ഗുഡ് മോർണിംഗ് വീക്ക്ലി ട്രെൻഡ് സെറ്റേഴ്സിലേക്ക് സ്വാഗതം. പോയ വാരത്തിൽ ബെയേഴ്സ് ശക്തി പ്രകടിപ്പിച്ചപ്പോൾ വിപണിക്ക് BSE ലിസ്റ്റഡ് കമ്പനികളിൽ നിന്ന് മാത്രം നഷ്ടമായത് 15 ലക്ഷം കോടിയുടെ മാർക്കറ്റ് ക്യാപ്പാണ്. ഒപ്പം വീണ്ടും നിയമക്കുരുക്കിലേക്ക് അദാനി ഗ്രൂപ്പ് എത്തുന്നു എന്ന ഭീതിയും FIയുടെ തുടർച്ചയായ വിറ്റൊഴിക്കലും രൂപ ഡോളറിനെതിരെ സർവ്വകാല ഇടിവിലേക്ക് എത്തിയതും വിപണിയുടെ വീഴ്ചയുടെ ആക്കം കൂട്ടി. നിഫ്റ്റി 50യിലെ 40 ഓഹരികളും വീക്കിലി ലോസിലാണ് ട്രേഡിംഗ് അവസാനിപ്പിച്ചത്. വീക്കിലി ബേസിസിൽ ബെഞ്ച്മാർക്ക് സൂചികകൾ കഴിഞ്ഞ 4 മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് എത്തിയപ്പോൾ നിഫ്റ്റി 50യുടെ നഷ്ടം 2.51%, സെൻസസിന്റെ നഷ്ടം 2.43%. എന്നിരുന്നാലും ഇടിവിലും തിളങ്ങിയത് മെറ്റൽ സൂചിക ആയിരുന്നു. സൂചിക സർവകാല ഉയരം മറികടന്നെങ്കിലും വാരാന്ത്യത്തിൽ ഇടിവോടെ വീക്കിലി ലോസാണ് കണ്ടത്. മറ്റു സെക്ടറൽ സൂചികകളും വിൽപ്പനാ സമ്മർദ്ദം കനത്തു. സൂചികളിൽ വേസ്റ്റ് പെർഫോമൻസ് സെക്ടറായത് നിഫ്റ്റി റിയൽറ്റി ആയിരുന്നു. നഷ്ടം 12% ഉയർന്നു. ബ്രോഡർ മാർക്കറ്റ് സൂചികളിൽ 4.5%-ലധികവും നഷ്ടം രേഖപ്പെടുത്തി. നിഫ്റ്റി ബാങ്ക്, ഓട്ടോ, IT, PSU ബാങ്ക്, ഫാർമ തുടങ്ങിയ പ്രധാന സൂചികളിലെ നഷ്ടം 2%-നും മുകളിലാണ്. ബെയറുകളുടെ തേരോട്ടത്തിൽ താരതമ്യേന പിടിച്ചു നിന്നത് FMCG ഇൻഡെക്സ് മാത്രമാണ്. ട്രംപ് ഓൾവൈസ് ചിക്കൻസ് ഔട്ട് അഥവാ ടാക്കോ മൂവ് ആയിരുന്നു പോയ വാരത്തിൽ US വിപണികളെ നയിച്ചത്. ഗ്രീൻലാൻഡിന് മേൽ അവകാശവാദം ഉന്നയിക്കുകയും സൈനിക നടപടിയിലേക്ക് കടക്കുമെന്ന ഭീഷണിയെയും തുടർന്ന് യൂറോപ്യൻ യൂണിയൻ രാഷ്ട്രങ്ങൾ ശക്തമായ ഭാഷയിൽ പ്രതികരിക്കുകയും ചെയ്തതോടെ US യൂറോപ്പ് ബന്ധത്തിൽ മുൻപ് കണ്ടിട്ടില്ലാത്ത വിധം വഷളാകുകയും ചെയ്തു. ഇത് വിപണികളിലും പ്രതിഫലിച്ചു. ഒടുവിൽ സമാധാനപരമായ ഒരു കരാറിനാണ് താൽപ്പര്യമെന്ന് ദാവോസിലെ ട്രംപിന്റെ പ്രഖ്യാപനം US വിപണികളെ തിരിച്ചു കൊണ്ടുവന്നു. ഒപ്പം അനുകൂലമായ PCE, കോർ PCE ഡാറ്റകളും അനുമാനങ്ങളെ മറികടന്ന GDP എസ്റ്റിമേഷൻസും US സൂചികൾക്ക് കരുത്തു പകർന്നു. പ്രതിവാരാടിസ്ഥാനത്തിൽ ഡൗ ജോൺസ് ഫ്ലാറ്റായ പ്രകടനമാണ് കാഴ്ചവെച്ചത്. നാസ്ഡാക്ക് 100 0.3% നേരിയ നേട്ടം നൽകിയപ്പോൾ S&P 500 സൂചിക നേരിയ ഇടിവാണ് റിപ്പോർട്ട് ചെയ്തത്. ജനുവരി 26 വരുന്ന നവംബറിലെ കോർ ഡ്യൂറബിൾസ് ഗുഡ് ഓർഡർ ഡാറ്റയോടായിരിക്കും ആദ്യം US നിക്ഷേപകർ പ്രതികരിക്കുക. നവംബറിലെ നിർമ്മാണ മേഖലയുടെ പ്രകടനം വിലയിരുത്താൻ ഈ ഡാറ്റ സഹായിക്കുന്നതായിരിക്കും. നവംബർ 27 വരുന്ന ജനുവരിയിലെ കൺസ്യൂമർ കോൺഫിഡൻസ് ഡാറ്റയും നിർണായകമാകും. മാറിയ ഭൗമരാഷ്ട്രീയ സാമ്പത്തിക പശ്ചാത്തലത്തിൽ അമേരിക്കൻ ജനത എത്രത്തോളം കോൺഫിഡൻ്റ് ആണെന്നുള്ളത് ഈ ഡാറ്റയിലൂടെ വ്യക്തമാകുന്നതായിരിക്കും. ജനുവരി 28-ന് 2026 ആദ്യത്തെ FOMC യോഗ തീരുമാനങ്ങൾ അറിയാൻ കഴിയും. തൽസ്ഥിതി തുടരുമെന്നാണ് പ്രതീക്ഷ. ഒപ്പം അന്ന് തന്നെ വരുന്ന ട്രംപിന്റെ പ്രസ്താവനയും ആഗോള ആഭ്യന്തര വിപണിയുടെ ഗതിയെ സ്വാധീനിക്കും. ജനുവരി 29-ന് ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിം ഡാറ്റയും പബ്ലിഷ് ചെയ്യും. 30-ന് PPI, കോർ PPI ഡാറ്റകളും എത്തുന്നതായിരിക്കും. പ്രൊഡ്യൂസേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള പണപ്പെരുപ്പം വിലയിരുത്താൻ ഈ ഡാറ്റ നിക്ഷേപകരെ സഹായിക്കും. പൊതുവെ അനുകൂലമായ ഡാറ്റകളായിരുന്നു പോയ വാരം യൂറോപ്യൻ രാജ്യങ്ങൾ പ്രസിദ്ധീകരിച്ചത്. എന്നിരുന്നാലും ട്രംപിന്റെ പ്രകോപനപരമായ പ്രസ്താവനകൾ യൂറോപ്യൻ വിപണികൾക്ക് തിരിച്ചടിയായി. വീക്കിലി ബേസിസിൽ CAC 40 1.4% ഇടിഞ്ഞപ്പോൾ ഡാക്സ് 1.5%-ലധികവും FTSE 100 0.9% നഷ്ടവുമാണ് രേഖപ്പെടുത്തിയത്. അടുത്ത ആഴ്ചയിലേക്ക് നോക്കുമ്പോൾ ജനുവരി 30-നാണ് ഫ്രാൻസ്, ജർമ്മനി, യൂറോസോൺ എന്നിവരുടെ GDP കണക്കുകൾ പ്രസിദ്ധീകരിക്കുന്നത്. ഒപ്പം ജർമ്മനിയുടെ ജനുവരിയിലെയും യൂറോസോണിന്റെ ഡിസംബറിലെയും തൊഴിലില്ലായ്മ നിരക്കുകളും അറിയാൻ കഴിയും. ഒപ്പം ജർമ്മനിയുടെ CPI ഡാറ്റ കൂടി എത്തുന്നതോടെ ജർമ്മൻ ഇക്കോണമിയുടെ പ്രകടനം വിലയിരുത്താൻ നിക്ഷേപകർക്ക് കഴിയും. ജപ്പാന്റെ യെൻ ക്യാരി ട്രേഡായിരുന്നു പോയ വാരം ഏഷ്യൻ വിപണികൾക്ക് നിർണായകമായത്. ഒപ്പം ബാങ്ക് ഓഫ് ജപ്പാൻ പലിശ നിരക്കിൽ തൽസ്ഥിതി തുടരുന്നതും ഏഷ്യൻ വിപണികളിൽ പ്രതിഫലിച്ചു. ജനുവരി 27-ന് ജപ്പാനിലെ ബാങ്ക് ഓഫ് ജപ്പാൻ പബ്ലിഷ് ചെയ്യുന്ന കോർ CPI കണക്കുകളും ബാങ്ക് ഓഫ് ജപ്പാന്റെ MBC യോഗത്തിന്റെ മിനിറ്റ്സ് തീരുമാനങ്ങളും എത്തുന്നതായിരിക്കും. ബാങ്ക് ഓഫ് ജപ്പാൻ എങ്ങനെയാണ് എക്കോണമിയെ വിലയിരുത്തുന്നതെന്നും സെൻട്രൽ ബാങ്കിന്റെ ഭാവി നടപടികളെ സംബന്ധിച്ച സൂചനകൾ ലഭ്യമാകുമോ എന്നതും നിക്ഷേപകർ ഈ ഡാറ്റയിലൂടെ വിലയിരുത്തും. 30-ന് ചൈനയുടെ നിർമ്മാണ ഇതര സർവീസസ് PMI കണക്കുകളും ഡാറ്റകളും നിക്ഷേപകരുടെ ശ്രദ്ധ ആകർഷിച്ചേക്കാം. ബ്രെന്റ് ക്രൂഡ് വാരാന്ത്യത്തിൽ 3.01% ഉയർന്ന് ബാരലിന് $65.3 വ്യാപാരം അവസാനിപ്പിച്ചത്. സമാനമായി WT ക്രൂഡ് പ്രതിവാരാടിസ്ഥാനത്തിൽ 3.37% വർദ്ധിച്ച് ബാരലിന് $61.01 എന്ന നിലയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ തുടർച്ചയായ 5-ാം വാരമാണ് ക്രൂഡ് വിലവർധനവ് രേഖപ്പെടുത്തിയത്. കൂടാതെ ഇറാനെതിരെയുള്ള US പടയൊരുക്കം കൂടുതൽ ശക്തമാക്കുമെന്ന ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന വന്നതും
വമ്പൻ US സൈനിക വ്യൂഹം ഇറാൻ ലക്ഷ്യമാക്കി നിൽക്കുന്നതും നടക്കാൻ സാധ്യതയുള്ള സൈനിക നടപടികൾ മിഡിൽ ഈസ്റ്റ് വഴിയുള്ള എണ്ണ വ്യാപാരം തടസ്സപ്പെടുത്തിയേക്കാമെന്നതും എണ്ണവില ഉയരാനുള്ള കാരണങ്ങളാണ്. എന്നാൽ ഡോളർ നേരിടുന്ന ഇടിവ് US ഇതര രാജ്യങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ എണ്ണ വാങ്ങാനുള്ള അവസരം സൃഷ്ടിക്കുന്നതും US യൂറോപ്പ് ബന്ധം സങ്കീർണമായി നിലനിൽക്കുന്നതും നീണ്ടുപോകുന്ന റഷ്യ-ഉക്രൈൻ സമാധാന ചർച്ചയും ക്രൂഡ് ഇൻവെന്ററി വർദ്ധിക്കുമെന്ന IEAയുടെ അനുമാനവും എണ്ണവിലയിൽ വർധനവ് ഉണ്ടാക്കാമെങ്കിലും തോത് കുറവായിരിക്കും എന്ന സൂചനയാണ് നൽകുന്നത്. ടെക്നിക്കൽ സൈഡിൽ ബ്രെന്റ് ക്രൂഡിന്റെ ആദ്യ സപ്പോർട്ട് 62.75 എന്ന ലെവലിലും തുടർന്ന് 62.03 എന്ന ലെവലിലുമാണ്. തുടർന്ന് 61.02 എന്ന ലെവലും സപ്പോർട്ടായി പരിഗണിക്കാം. അപ്സൈഡിലേക്ക് വരുമ്പോൾ 65.53 എന്ന ലെവലിലാണ് ആദ്യ റെസിസ്റ്റൻസ്. ഇത് മറികടക്കാൻ സാധിച്ചാൽ 66.3 എന്ന ലെവലും തുടർന്ന് 67.3 എന്ന ലെവലും റെസിസ്റ്റൻസായി ആക്ട് ചെയ്യും. WT ക്രൂഡിലേക്ക് വരുമ്പോൾ ആദ്യ സപ്പോർട്ട് 58.34 എന്ന ലെവലിലും തുടർന്ന് 57.38 എന്ന ലെവലിലുമാണ്. തുടർന്ന് 56.3 എന്ന ലെവലും സപ്പോർട്ടായി പരിഗണിക്കാവുന്നതാണ്. മറുവശത്ത് 61.2 എന്ന ലെവലും 62.12 എന്ന ലെവലും 62.57 എന്ന ലെവലുമാണ് റെസിസ്റ്റൻസായി പരിഗണിക്കാവുന്നത്. സ്വർണ്ണവില പ്രതിവാര അടിസ്ഥാനത്തിൽ 8.54% ഉയർന്ന് സർവ്വകാല ഉയരം തൊട്ട് $4,988.17 ട്രൈ ഓൺസിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. മാർച്ച് 2020 ശേഷമുള്ള ഏറ്റവും ഉയർന്ന വീക്കിലി പെർഫോമൻസ് ആണ് ഈ ആഴ്ചയിൽ കാണാൻ സാധിച്ചത്. US അസറ്റുകളിൽ കോൺഫിഡൻസ് കുറയുന്നതും ഗ്ലോബൽ ടെൻഷൻസ് പ്രതിസന്ധിയുമാണ് സ്വർണ്ണവില കുതിച്ചുയരാനുള്ള പ്രധാന കാരണം. കൂടാതെ US PCE ഇൻഫ്ലേഷൻ കണക്കുകൾ പ്രതീക്ഷിച്ച പ്രകടനം രേഖപ്പെടുത്തിയത് കൊണ്ട് തന്നെ അടുത്ത ആഴ്ചയിലെ മീറ്റിംഗിൽ US ഫെഡ് പലിശ മാറ്റാൻ സാധ്യതയില്ല എന്നതും സ്വർണത്തിന് പോസിറ്റീവായ ഘടകമാണ്. ടെക്നിക്കൽ സൈഡിൽ ഗോൾഡിന്റെ ആദ്യ സപ്പോർട്ട് 4503 തുടർന്ന് 4374 എന്ന ലെവലിലുമാണ്. അപ്സൈഡിലേക്ക് വരുമ്പോൾ 5075 എന്ന ലെവലാണ് ആദ്യ റെസിസ്റ്റൻസ്. ഈ ഒരു ലെവൽ മറികടന്നാൽ 5262 എന്ന ലെവലും റെസിസ്റ്റൻസായി പ്രതീക്ഷിക്കാം. ഇന്ത്യൻ രൂപ പോയ വാരത്തിൽ വലിയ ചാഞ്ചാട്ടങ്ങൾക്ക് ശേഷം സർവ്വകാല താഴ്ചയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. USD INR വാരാന്ത്യത്തിൽ 1.07% ഉയർന്ന് 91.63 എന്ന ലെവലിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ടെക്നിക്കൽ സൈഡ് പരിശോധിക്കുകയാണെങ്കിൽ വരും ആഴ്ചയിൽ രൂപയുടെ ഇമ്മീഡിയറ്റ് സപ്പോർട്ടുള്ളത് 91.75 എന്ന ലെവലും തുടർന്ന് 92.06 എന്ന ലെവലിലുമാണ്. 92.5 എന്ന ലെവൽ അടുത്തൊരു സപ്പോർട്ടായി കണക്കാക്കാം. മറുവശത്ത് 91.1 എന്ന ലെവലിലാണ് ആദ്യ റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കാവുന്നത്. ഈ ലെവൽ മറികടന്നാൽ 89.75 എന്ന ലെവലും 88.4 എന്ന ലെവലും റെസിസ്റ്റൻസായി പരിഗണിക്കാവുന്നതാണ്. പോയ വാരവും വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ അറ്റ വിൽപ്പനയാണ് രേഖപ്പെടുത്തിയത്. FIകൾ 14,651.9 കോടി രൂപയുടെ ഓഹരികൾ വിറ്റഴിച്ചപ്പോൾ DIകൾ 20,746 കോടിയുടെ നിക്ഷേപവും ഇതേ കാലയളവിൽ നടത്തി. വരുന്ന വാരം ജനുവരി 28-ന് മാനുഫാക്ചറിംഗ് പ്രൊഡക്ഷൻ, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ, M3 മണി സപ്ലൈ ഡാറ്റകൾ എത്തും. കഴിഞ്ഞ തവണ മാനുഫാക്ചറിംഗ് പ്രൊഡക്ഷൻ 8%, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ 6.7%, M3 മണി സപ്ലൈ 12.1%. പതിവ് പോലെ തന്നെ ഫോറക്സ് ഡാറ്റ ജനുവരി 23-നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ജനുവരി 16-ന് അവസാനിച്ച ആഴ്ചയിൽ ഇന്ത്യയുടെ വിദേശ നാണ്യ കരുതൽ ശേഖരം $14.17 മില്യൺ ഉയർന്ന് $701.36 ബില്യൺ എത്തി. കോർപ്പറേറ്റ് തലത്തിൽ പ്രധാനികളായ HDFC ബാങ്ക്, ICICI ബാങ്ക്, ഹിന്ദുസ്ഥാൻ സിങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ്, ഒബ്രോയ് റിയൽറ്റി, ഡോക്ടർ റെഡ്ഡീസ്, ആനന്ദ് രാജ്, കോഫോർജ് എന്നിവരുടെ പാദഫലങ്ങളായിരുന്നു പോയ വാരം വിപണിയെ സ്വാധീനിച്ചത്. HDFC ബാങ്ക് Q3-ൽ ലാഭം ഏകദേശം 11% വർധനവ് കാണിച്ചു. ശക്തമായ വായ്പയും നിക്ഷേപ വളർച്ചയും ബാങ്കിലുണ്ടായി. മൊത്തത്തിൽ HDFC ബാങ്കിന് ഇത് സമ്മിശ്രമായൊരു ക്വാർട്ടറായിരുന്നു. ICICI ബാങ്കിന്റെ Q3 ഫലവും മിക്സഡ് ആയിരുന്നു. മുഖ്യ ബാങ്കിംഗ് വരുമാനവും വായ്പാ വളർച്ചയും നല്ലതായിരുന്നെങ്കിലും ഉയർന്ന പ്രൊവിഷനുകൾ കാരണം ലാഭം ഏകദേശം 4% കുറവാണ് രേഖപ്പെടുത്തിയത്. എന്നിരുന്നാലും അസറ്റ് ക്വാളിറ്റി മെച്ചപ്പെട്ടു. റിയൽറ്റി സെക്ടറിലെ കമ്പനികളായ ഒബ്രോയ് റിയൽറ്റി, ആനന്ദ് രാജ് എന്നിവരുടെ Q3 നോക്കുമ്പോൾ ഒബ്രോയ് റിയൽറ്റിയുടെ ലാഭം Q3-ൽ വളരെ ചെറിയൊരു വർധനവ് മാത്രമാണ് രേഖപ്പെടുത്തിയത്. എന്നാൽ ആനന്ദ് രാജിന്റെ Q3-ലെ ലാഭവും വളർച്ചയും ശക്തമായി വളർന്നു. ജനുവരി 26-നാണ് ആക്സിസ് ബാങ്കിന്റെ പാദഫലങ്ങൾ എത്തുക. ആക്സിസ് ബാങ്ക് വാർഷികാടിസ്ഥാനത്തിൽ മങ്ങിയ വരുമാന വളർച്ച രേഖപ്പെടുത്തുമെന്നാണ് അനലിസ്റ്റുകളുടെ പ്രതീക്ഷ. നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ വളർച്ചയും നെറ്റ് പ്രോഫിറ്റിൽ ഇരട്ട ഇടിവും രേഖപ്പെടുത്തുമെന്നും അവർ പ്രതീക്ഷിക്കുന്നുണ്ട്.
27-ന് റിസൾട്ടുമായി എത്തുന്ന കമ്പനികൾ ഏഷ്യൻ പെയിന്റ്സ്, ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സ്, വോഡാഫോൺ ഐഡിയ, മരീക്കോ, CG പവർ, വിശാൽ മെഗാമാർട്ട്, മോട്ടിലാൽ ഓസ്വാൾ ഫിനാൻഷ്യൽ സർവീസസ് എന്നിവരാണ്. പ്രധാന ഫിനാൻഷ്യൽ പാരാമീറ്ററുകളിൽ ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സ് ശക്തമായ വാർഷിക വളർച്ച രേഖപ്പെടുത്തുമെന്നാണ് വിപണി പ്രതീക്ഷിക്കുന്നത്. കൺസോളിഡേറ്റഡ് റവന്യൂവിൽ 12% വളർച്ചയും എബിറ്റയിൽ 24.6% വളർച്ചയുമാണ് പ്രതീക്ഷിക്കുന്നത്. ഡിസംബർ പാദത്തിൽ വോഡാഫോൺ ഐഡിയ ഫ്ലാറ്റ് വരുമാനം റിപ്പോർട്ട് ചെയ്യുമെന്നും എബിറ്റയും ഇത്തരത്തിലായിരിക്കും റിപ്പോർട്ട് ചെയ്യുമെന്നുമാണ് അനലിസ്റ്റുകൾ പ്രതീക്ഷിക്കുന്നത്. FMCG കമ്പനിയായ മാരിക്കോ മികച്ച ഓപ്പറേറ്റിംഗ് പെർഫോമൻസ് കാഴ്ചവെക്കുമെന്നാണ് നോമുറയുടെയും JM ഫിനാൻഷ്യലിന്റെയും അനലിസ്റ്റുകൾ അഭിപ്രായപ്പെടുന്നത്. വളർച്ചയെ പ്രധാനമായി നയിക്കുക പ്രൈസിംഗ് പവർ, ഇംപ്രൂവിംഗ് പ്രോഫിറ്റ് മാർജിൻസ്, സ്ട്രോങ് മൊമെന്റം ഇൻ വാല്യൂ ആഡഡ് ആൻഡ് ഇന്റർനാഷണൽ ബിസിനസ് സെഗ്മെന്റ്സ് എന്നിവയായിരിക്കുമെന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. 28-ന് റിസൾട്ടുകളുമായി എത്തുന്ന കമ്പനി L&T, മാരുതി സുസുക്കി, ഭാരത് ഇലക്ട്രോണിക്സ്, SBI ലൈഫ്, TVS മോട്ടോർ കമ്പനി, ലോധ ഡെവലപ്പേഴ്സ്, SBI കാർഡ്സ് എന്നിവരാണ്. BLന്റെ ഓർഡർ ബുക്ക് വലിപ്പം ഏകദേശം 74,500 കോടിയാണ്. ഇത് ബിസിനസ്സിൽ വരും പാദങ്ങളിൽ ശക്തമായ വരുമാനത്തിനും വിസിബിലിറ്റിയും നൽകുന്നുവെന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ BELന്റെ ഇത്തവണത്തെ Q3 റിസൾട്ട് വിപണി ഉറ്റുനോക്കുന്നുണ്ട്. 29-ന് റിസൾട്ടുമായി എത്തുന്ന കമ്പനികൾ ITC, അദാനി പവർ, ടാറ്റ മോട്ടോഴ്സ്, കാനറ ബാങ്ക്, REC, ഡാബർ ഇന്ത്യ, സ്വിഗ്ഗി, NTPC ഗ്രീൻ, പേടിഎം എന്നിവരാണ്. ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിൾ ലിമിറ്റഡ് 2026 സാമ്പത്തിക വർഷത്തിന്റെ 3-ാം പാദ ബിസിനസ് അപ്ഡേറ്റിൽ ശക്തമായ പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത്. SUVക്കുള്ള ശക്തമായ ഡിമാൻഡ്, EV വാഹനങ്ങളിലെ സ്വീകാര്യതയിലെ കുത്തനെയുള്ള വർധനവ് എന്നിവയൊക്കെ കാരണം തന്നെ 22% വളർച്ച രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ JLRന്റെ ബിസിനസ്സിൽ സംഭവിച്ച പ്രശ്നങ്ങൾ നെഗറ്റീവായി ഈ പാദഫലത്തിൽ ബാധിക്കുമോ എന്നും വിപണി ഒറ്റുനോക്കുന്നുണ്ട്. IPO മാർക്കറ്റിലേക്ക് വന്നാൽ വരുന്ന വാരം 28-ന് ഷാഡോ ഫോക്സ് ടെക്നോളജീസ് ഓഹരികൾ ലിസ്റ്റ് ചെയ്യും. 2016-ൽ സ്ഥാപിതമായ കമ്പനി ലോജിസ്റ്റിക് സൊല്യൂഷൻ പ്രൊവൈഡിംഗ് മേഖലയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഇഷ്യൂവിലൂടെ 1907.27 കോടി രൂപയാണ് കമ്പനി സമാഹരിച്ചത്. ജനുവരി 20-ന് ഓപ്പണായ സബ്സ്ക്രിപ്ഷൻ അവസാനിച്ചത് ജനുവരി 22-നാണ്. പ്രൈസ് ബാൻഡ് നിശ്ചയിച്ചിരുന്നത് 118 രൂപ മുതൽ 124 രൂപ വരെയാണ്. നിഫ്റ്റി 200 SMA ബ്രേക്ക് ഡൗൺ ചെയ്തുകൊണ്ട് ഇൻഡെക്സ് നിലവിൽ വീക്ക് ഫേസിൽ എൻ്റർ ചെയ്തുവെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഡെയിലി ബേസിസിൽ 1% ഇടിഞ്ഞ് 240 പോയിന്റോളം ഇടിവോടെയാണ് ക്ലോസ് ചെയ്തത്. വീക്കിലി ബേസിൽ 2.5% ഇടിഞ്ഞ് 600 പോയിന്റിലധികം ഇടിവും രേഖപ്പെടുത്തി. ഇൻഡെക്സ് എല്ലാ മൂവിംഗ് ആവറേജുകളുടെ താഴെ ട്രേഡ് ചെയ്യുന്നതുകൊണ്ടും വിക്സ് 7 മന്ത് ഹൈയിൽ ക്ലോസ് ചെയ്തതുകൊണ്ടും ബഡ്ജറ്റിന്റെ സമയവും ബെയറിഷ് സെന്റിമെന്റ് നിലനിൽക്കാമെന്നാണ് വിദഗ്ധർ പറഞ്ഞു വെക്കുന്നത്. ഷോർട്ട് ടൈമിൽ ഒരു പുൾ ബാക്കിന്റെ സാധ്യത തള്ളിക്കളയാനാവില്ലെങ്കിലും 25,600ലേക്ക് ഒരു റാലി ട്രിഗർ ചെയ്യണമെങ്കിൽ നിഫ്റ്റി 25,300 റീക്ലെയിം ചെയ്യണമെന്നാണ് സെൻട്രം ബ്രോക്കിംഗിലെ ടെക്നിക്കൽ അനലിസ്റ്റായ നിലേഷ് ജെയിൻ പറയുന്നത്. ഇവിടെ ഇമ്മീഡിയറ്റ് സപ്പോർട്ട് 25,000 എന്ന ലെവലും 25,300 റെസിസ്റ്റൻസ് ആയി പരിഗണിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. ബാങ്ക് നിഫ്റ്റിയിൽ സമാനമായ ഇടിവാണ് ഉണ്ടായത്. ഡെയിലി ബേസിസിൽ 1%-ലധികം ഇടിവോടെ 700 പോയിന്റിലധികം നഷ്ടമാണ് രേഖപ്പെടുത്തിയത്. വീക്കിലി ബേസിൽ 2.5%-ലധികം ഇടിവോടെ 1,600 പോയിന്റോളം ലോസിലാണ് ക്ലോസ് ചെയ്തത്. ഇൻഡെക്സ് അതിന്റെ 50-ഡേ EMA ബ്രേക്ക് ചെയ്തുകൊണ്ട് സെല്ലിംഗ് പ്രഷർ ശക്തമെന്നാണ് LKP സെക്യൂരിറ്റീസിലെ ടെക്നിക്കൽ അനലിസ്റ്റായ വത്സൽ ബുവ പറയുന്നത്. കൂടാതെ ഇൻഡെക്സിന്റെ സ്ട്രക്ചർ ഒരു സെൽ ഓൺ റൈസ് മോഡിലാണെന്നും അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു. ഒപ്പം 58,000 ഇമ്മീഡിയറ്റ് സപ്പോർട്ടായും അപ്സൈഡിൽ 58,800, 58,900 എന്ന സോൺ റെസിസ്റ്റൻസായി കൺസിഡർ ചെയ്യാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 4 സെഷനുകൾ മാത്രമുള്ള വീക്കിലേക്കാണ് ഇന്ത്യൻ വിപണികൾ കടക്കുന്നത്. പ്രീ ബജറ്റ് റാലി പ്രതീക്ഷിച്ച നിക്ഷേപകരെ പാടെ നിരാശപ്പെടുത്തിക്കൊണ്ടായിരുന്നു വിപണിയിലെ ബെയറുകളുടെ തേരോട്ടം. ഡൊമസ്റ്റിക് ഫാക്ടേഴ്സിനേക്കാൾ ഉപരി വിപണി റിയാക്ട് ചെയ്തത് ഇന്റർനാഷണൽ സംഭവങ്ങളോടായിരുന്നു. 200-ഡേ EMA എന്ന ലോങ് ടൈം സപ്പോർട്ട് കൈവിട്ടതോടെ ടെക്നിക്കലി വളരെ ദുർബലമായി ബെഞ്ച്മാർക്ക് സൂചികൾ. അതുകൊണ്ട് തന്നെ ബജറ്റിന് മുന്നോടിയായുള്ള റാലി ഒരു ഷോർട്ട് കവറിംഗ് മാത്രമായി ചുരുങ്ങുമോ എന്ന ആശങ്ക അനലിസ്റ്റുകൾക്കിടയിൽ നിലനിൽക്കുന്നു. മറിച്ച് റിപ്പബ്ലിക് ദിനത്തിൽ സ്വാതന്ത്ര്യദിനത്തിന് സമാനമായ പ്രഖ്യാപനങ്ങൾ പ്രധാനമന്ത്രി നടത്തിയാൽ വീണ്ടും ബുൾസിനെ തിരിച്ചുകൊണ്ടുവരാൻ ഒരുപക്ഷെ സാധിച്ചേക്കുമെന്ന പ്രതീക്ഷയും തള്ളിക്കളയാനാവില്ല. അനിശ്ചിതാവസ്ഥ രൂക്ഷമായ ഒരു വാരത്തിലേക്ക് കടക്കുമ്പോൾ വിപണിയിലെ ഓരോ തീരുമാനങ്ങളും ജാഗ്രതയോടെയും ബുദ്ധിപൂർവ്വമായിരിക്കണമെന്ന് നിക്ഷേപകരെ ഓർമ്മിപ്പിക്കുകയാണ്. മാർക്കറ്റിന്റെ കൂടുതൽ അപ്ഡേറ്റ്സുമായി ചൊവ്വാഴ്ച രാവിലെ 8:30 മാർക്കറ്റ് പ്രസിൽ കാണാം. നന്ദി, നമസ്കാരം.